എൻ്റെ ചോര വേണമെങ്കിൽ ഒരു പിച്ചാത്തിയതാ, ഞാൻ മുറിച്ച് തരാം, കുടിച്ചോ. അല്ലാതെ വെറുതെ നടന്ന് എൻ്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോൾ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ച് പോകുന്ന ചിലർ വിചാരിച്ചേ, അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? മന്ത്രിസഭയ്ക്ക് ഇനി 5 ദിവസം 6 ദിവസം കാലം ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ മന്ത്രിക്ക് പിന്നെ ഒരു വിലയില്ല. മന്ത്രിക്ക് ഒരു വിലയില്ല ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട, അതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും മിണ്ടാത്തത്. എനിക്ക് ആരോടും വിരോധം ഉണ്ടായില്ല. ഞാൻ മാധ്യമപ്രവർത്തകരോട് വളരെ മാന്യമായിട്ട് സ്നേഹമായിട്ട് പെരുമാറുള്ളൂ. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. സന്തോഷം. ഇത് പണ്ടും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് എനിക്കറിയാം. അതിൽ നിന്നും കൂടുതൽ വ്യത്യസ്തതയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളോട് ചിരിച്ചതും ചില മാധ്യമങ്ങൾ ഞാൻ ഇൻ്റർവ്യൂ തന്നതും. എൻ്റെ കഴിവുകളാണെന്ന് വിചാരിക്കരുത്. ഞാനൊരു സ്നേഹം കൊണ്ട് തന്നു, കുറേ നാളായിട്ട് ചോദിച്ചു തന്നു. പക്ഷെ തന്നതിൻ്റെ ഫലം എനിക്ക് തന്നു. സന്തോഷം. നന്ദി, നമസ്കാരം. മന്ത്രിയുടെ ഭാര്യയാണ് ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ അത് മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് തന്നെ പഴി വരികയാണ്. മന്ത്രിക്ക് ദേഷ്യം മുഴുവൻ മാധ്യമങ്ങളോടാണ്. നേരത്തെയൊക്കെ മാധ്യമങ്ങളോട് നല്ല സൗഹൃദത്തിൽ പെരുമാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇനി അതുണ്ടാകില്ല. അദ്ദേഹം നേരത്തെ ഇൻ്റർവ്യൂകളൊക്കെ മാധ്യമങ്ങൾക്ക് നൽകി സൗഹൃദപരമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ 2 ദിവസം കൊണ്ട് അദ്ദേഹത്തെ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചോരയ്ക്ക് വേണ്ടി വാർത്തകൾ നൽകുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് KB ഗണേഷ് കുമാർ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അവർ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും വളരെ പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ആ ആരോപണങ്ങൾ അദ്ദേഹം ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്നുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ KB ഗണേഷ് കുമാർ നേരിടുന്നുണ്ട്. പക്ഷേ ഇന്ന് ഉച്ചവരെയായിരുന്നു ആ ആരോപണങ്ങൾക്ക് ആയുസ് ഉണ്ടായിരുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.